നമസ്കാരം. കവടിയാർ കൊട്ടാരത്തിൽ നടന്ന കോടികളുടെ മോഷണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. മാസങ്ങൾക്ക് മുൻപ് നടന്ന മോഷണത്തിൽ തെളിവുകൾ കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളികൾ. എന്നാൽ മോഷണ കേസിൽ അന്വേഷണവുമായി സഹകരിക്കാൻ രാജകുടുംബം നിസ്സഹകരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന്റെ പേരിൽ പോലീസ് തങ്ങളെ മാനസികമായി ഉപദ്രവിക്കുന്നെന്ന പരാതിയുമായി രാജകുടുംബം രംഗത്തെത്തിയതോടെ കേസ് പുതിയ വഴിത്തിരിവിലായിരിക്കുകയാണ്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചതിന് പിന്നാലെയാണ് രാജകുടുംബം നിസ്സഹകരണം ശക്തമാക്കിയത്. ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പരാതിയുമായി രാജകുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഉപദ്രവിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി രാജകുടുംബം ഉന്നത ഉദ്യോഗസ്ഥരെ പരാതി അറിയിച്ചു. ഇക്കഴിഞ്ഞ മെയ് 15-നാണ് കവടിയാർ കൊട്ടാരത്തിൽ മോഷണം നടന്നെന്ന വാർത്ത പുറത്തുവന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ പരാതിയിൽ പേരൂർക്കട പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. അമൂല്യ രത്നങ്ങളടക്കമാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും നഷ്ടമായത്. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ അവിടെ ഇല്ല എന്ന് മനസ്സിലായതെന്ന് പരാതിയിൽ പറയുന്നു. അതിന് 10 ദിവസം മുൻപ് വരെ ആഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും വിവരിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലുള്ളവർ തന്നെ ഉപയോഗിക്കാൻ എടുത്തതാവുമെന്ന് കരുതി കുടുംബാംഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അന്വേഷണം നടത്തി. ഇല്ല എന്ന് മനസ്സിലായതോടെ മോഷണമാണെന്ന സംശയത്തിലാണ് പോലീസിൽ പരാതി നൽകിയെന്നാണ് വിവരിച്ചിട്ടുള്ളത്. മോഷണം നടന്ന കാലയളവിൽ രാജകുടുംബാംഗം ഗൗരി പാർവതിബായിയുടെ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം തട്ടാനും ശ്രമം നടന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം കൊട്ടാരത്തിലെ ജീവനക്കാരുടെ വിരലടയാളം ശേഖരിച്ചിരുന്നു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ജി അജയ്നാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊട്ടാരത്തിൽ നിന്നും കൂടുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. ആകെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഏതൊക്കെയെന്നും ഇപ്പോൾ ബാക്കിയുള്ളവ ഏതൊക്കെയെന്നും കൊട്ടാരത്തിലുള്ളവർ വെളിപ്പെടുത്തിയിട്ടില്ല. ആദ്യം പേരൂർക്കട പോലീസ് അന്വേഷിച്ച കേസാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. കൊട്ടാരത്തിലെ ജീവനക്കാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൂർത്തിയായ ശേഷം ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കും. ഫോൺ രേഖകളും പ്രാഥമിക പരിശോധനകൾ ലഭിച്ച തെളിവുകളും സംഘം വിശകലനം ചെയ്യും. ഇതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. കൊട്ടാരത്തിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കും. വിരലടയാള വിദഗ്ധർ കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിലെ അന്തേവാസികളും ജീവനക്കാരും ഉൾപ്പെടെ 60-ലേറെ പേരുടെ മൊഴിയാണ് പോലീസ് ശേഖരിക്കുന്നത്. പകുതിയിലധികം പേരുടെ മൊഴി എടുത്തതായാണ് വിവരം. മാസങ്ങൾക്ക് ശേഷമാണ് പരാതി ലഭിച്ചത് എന്നതിനാൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാങ്കേതിക സഹായത്തോടെയും മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂ. മോഷണം പോയ സാധനങ്ങൾ വിൽപ്പന നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. എന്തായാലും കവടിയാർ കൊട്ടാരത്തിലെ 2 കോടി രൂപ വരുന്ന സ്വർണത്തിന്റെ കവർച്ച, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. മാത്രമല്ല, പോലീസുകാർ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന തരത്തിൽ നിരന്തരമായ ചോദ്യം ചെയ്യലിലൂടെ പോലീസുകാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന തരത്തിൽ കൊട്ടാരം അധികൃതർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതായും വാർത്തകളുണ്ട്. എന്തായാലും അന്വേഷണം എങ്ങും എത്തുന്നില്ല. എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. സ്വർണം പോയി ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് പരാതിയെങ്കിലും നൽകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ പരിശോധനയിലൊക്കെ പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിൽ കൊട്ടാര അധികൃതരും പോലീസിനോട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്.